നമസ്കാരം. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ ധനകാര്യ സ്ഥാപനത്തിന്റെ സഹായത്തോടുകൂടി വാഹനം മാറ്റി വാങ്ങുവാനുള്ള അവസരമുണ്ടാകും. നിർത്തിവെച്ച കർമ്മ പദ്ധതികൾ പുനരാരംഭിക്കാനുള്ള അവസരമുണ്ടാകുമെങ്കിലും ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കരുത് എന്ന നിർദ്ദേശം സ്വീകരിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. മാർച്ച് മാസത്തിൽ പൂർത്തീകരിക്കുന്ന പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് പല ജോലികൾക്കും അപേക്ഷകൾ നൽകുവാനും പലതും അതിൽ നിന്ന് തിരസ്കരിക്കപ്പെടുന്ന ഒരു അവസ്ഥാ വിശേഷത്തിൽ സ്വല്പം ആശങ്ക വർദ്ധിക്കുവാനിടയുണ്ട്. എന്നാൽ വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശത്താൽ മെയ് മാസത്തിന് ശേഷം മാത്രം അപേക്ഷിക്കുന്നതിലായിരിക്കും ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുക എന്ന നിർദ്ദേശം സ്വീകരിക്കുന്നത് നന്നായിരിക്കും. ഇതിന്റെ പക്ഷത്തിൽ ഇതിന്റെ വെളിച്ചത്തിൽ പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളും ആരാധനാലയ ദർശനം നടത്തുവാനും നേർന്നു കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനും അവസരം ഉണ്ടാകും. മംഗളകർമ്മങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടിവരും. ഉഷ്ണ മൂത്രാശയ പീഡകൾക്ക് പ്രകൃതിദത്തമായിട്ടുള്ള ഔഷധ രീതികളും വ്യായാമവും ശീലിക്കുവാനിടവരും. ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കാൻ സാധിക്കുന്നത് വഴി പുതിയ കരാർ ജോലികൾ വന്നു ചേരുവാനിടയുണ്ട്. എന്നാൽ സാമ്പത്തികമായിട്ടുള്ള നിയന്ത്രണത്തോടുകൂടി മാത്രമേ ഏറ്റെടുക്കാവൂ. അല്ലാത്ത പക്ഷം പരാജയം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. പ്രായോഗിക വിജ്ഞാനവും ആധുനിക സംവിധാനവും സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ അവസരം വന്നു ചേരും. ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് വ്യായാമത്തിന്റെ ഭാഗമായിട്ട് യോഗ പരിശീലനത്തിന് തുടക്കം കുറിക്കുവാൻ യോഗം കാണുന്നുണ്ട്. ഗർഭിണികൾക്ക് ഈ മാസത്തിൽ രണ്ടാമത്തെ പകുതിയിൽ പൂർണ്ണ വിശ്രമം വേണ്ടി വരുവാനാണ് യോഗമുള്ളത്. ഒരുപക്ഷെ മാർച്ച് ഏപ്രിൽ മാസത്തിലും വിശ്രമത്തോടുകൂടി ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പലപ്പോഴും സത്യാവസ്ഥകൾ ബോധിപ്പിക്കുന്നത് വഴി ഉദ്യോഗം നഷ്ടപ്പെടുമോ എന്ന ഒരു ആശങ്ക ഉണ്ടെങ്കിൽ പോലും മേലധികാരികൾക്ക് സമർപ്പിക്കണം. അതിലുപരി ഉടമസ്ഥരെ കാര്യങ്ങളെല്ലാം ധരിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടാകുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുക മാത്രമല്ല മനസ്സിന് വളരെ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാനും ഇടയുണ്ട്. ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങുവാൻ അവസരം വന്നു ചേരും. കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നത് വഴി ഗൃഹത്തിൽ നിന്ന് മാറി താമസിക്കുവാൻ തീരുമാനിക്കും. ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവാതെ നോക്കേണ്ടതാണ്. ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ അവിചാരിതമായി പങ്കെടുക്കുവാനും സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരും. വർഷങ്ങൾക്ക് ശേഷം സഹപാഠികളെ കാണുവാനും ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കുവാനും അവസരമുണ്ടാകും. മാസത്തിന്റെ ആദ്യത്തെ പകുതിയിൽ എഴുതുന്ന പരീക്ഷയിലോ ഇന്റർവ്യൂയിലൊക്കെ തന്നെ അനുകൂലമാകും വിധത്തിൽ കൃത്യമായ രീതിയിൽ അവതരിപ്പിക്കാൻ സാധിക്കും. എന്നാൽ രണ്ടാമത്തെ പകുതിയിലാണെങ്കിലോ സ്വല്പം ആശങ്ക വർദ്ധിക്കുവാനും പരിഭ്രമത്തോടുകൂടി അവതരിപ്പിക്കുവാനും ഇടവരും. വിജയമുണ്ടാകുമെങ്കിൽ പോലും വിജയ ശതമാനം കുറയും എന്ന ധാരണ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ആസൂത്രിത പദ്ധതികളിൽ അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നത് വഴി സംയുക്ത സംരംഭങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് സ്വന്തം കൺവെട്ടത്തിലും മേൽനോട്ടത്തിലും ചെയ്യുന്ന പ്രവർത്തന മണ്ഡലങ്ങൾ ഏറ്റെടുക്കുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ജോലിയോടൊപ്പം കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ പോലും നിർവഹിക്കാൻ അവസരം വന്നു ചേരും. മാസത്തിന്റെ രണ്ടാമത്തെ പകുതിയിൽ പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്തങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അബദ്ധമായി തീരുവാനിടയുണ്ട്. 6-7 മാസം മുമ്പ് തുടങ്ങി വെച്ചതായിട്ടുള്ള കാർഷികമായിട്ടുള്ള മേഖലകളിൽ ഒരുപക്ഷെ ജൂൺ മാസത്തിന് ശേഷമായിരിക്കാം വിളവെടുപ്പ് വന്നു ചേരുക. അത് വളരെ കൃത്യമായുള്ള രീതിയിൽ അതിന് വിളവെടുപ്പിന് സജ്ജമാകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആശ്വാസത്തിന് യോഗം കാണുന്നതുമുണ്ട്. നിയമവിരുദ്ധമായുള്ള പ്രവൃത്തികളിൽ നിന്നും ആത്മാർത്ഥ സുഹൃത്തിനെ രക്ഷിക്കുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ബന്ധുക്കൾക്കിടയിലുള്ള തർക്കത്തിൽ അന്തിമമായിട്ട് ഒരു മധ്യസ്ഥതയ്ക്ക് പോകുവാനും ഇരുവർക്കും തൃപ്തികരമായിട്ടുള്ള ഒരു രീതിയിൽ നിലപാട്
അത് അനുവർത്തിക്കുവാനും അല്ലെങ്കിൽ അവരെ വേണ്ട വിധത്തിൽ ധരിപ്പിക്കുവാനുമുള്ള അവസരം ഉണ്ടാകുന്നത് ആശ്വാസത്തിന് യോഗം കാണുന്നതുമുണ്ട്. കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട ധാരാളം യാത്രകളും ചർച്ചകളും വേണ്ടി വരുവാനിടയുള്ളതുകൊണ്ട് കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ ചിലർക്ക് ജീവിത പങ്കാളിയെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങളും മറ്റു ചിലർക്ക് അച്ഛനമ്മമാരെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങളും വന്നു ചേരുവാൻ ഇടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ പര്യടനത്തിന് വേണ്ടി പല വിധത്തിലും ശ്രമിച്ചു എങ്കിലും ജൂൺ മാസത്തിന് ശേഷം അതിനുള്ള സാഹചര്യങ്ങളൊക്കെ അനുസരിച്ചെല്ലാം വിഭാവനം ചെയ്യുവാനും ആശയവിനിമയങ്ങൾ നടത്തുവാനുമുള്ള അവസരം ഉണ്ടായിത്തീരും. ഇത് ഗുണകരം തന്നെയാണ്. ഒരുപക്ഷെ കഴിഞ്ഞ മെയ് മാസം മുതൽ തന്നെ ഇതിന് പരിശ്രമിക്കുന്നുണ്ടെങ്കിലും പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും സ്വന്തമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും അല്ല എങ്കിൽ പോലും അത് കാലത്തിനനുസരിച്ചുള്ള ഒരു മാറ്റമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വന്നു ചേരുന്ന അവസരത്തെ പരമാവധി വിനിയോഗിക്കുവാനായിട്ട് പരിശ്രമിക്കുവാനായിട്ട് അതിനു വേണ്ടതായിട്ടുള്ള ഒരുക്കങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ ഇടവരും. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന ചിലർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുവാനുള്ള സാഹചര്യങ്ങളുണ്ട് എന്ന സൂചന ലഭിച്ചത് വഴി ജന്മനാട്ടിലേക്കുള്ള യാത്ര തൽക്കാലത്തേക്ക് മാറ്റിവെക്കുവാൻ ഇടയുണ്ട്. മേലധികാരികളുടെ ദീർഘവീക്ഷണത്തോടുകൂടിയതായുള്ള പദ്ധതികളായതുകൊണ്ട് അത് ഏറ്റെടുക്കുവാനും ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനും സാധ്യത കാണുന്നു. മാസത്തിന്റെ രണ്ടാമത്തെ പകുതിയിൽ പല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ ഉണ്ടാകുവാനിടയുള്ളത് കൊണ്ട് ആത്മസംയമനത്തോടുകൂടിയും ഈശ്വര പ്രാർത്ഥനകളോടുകൂടിയും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടുള്ള സംവിധാനം അവലംബിക്കുവാൻ തീരുമാനിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനും പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. ഉത്തരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ പല വിധത്തിലുള്ള സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളെ കൊണ്ട് കൂടുതൽ പണം മുതൽ മുടക്കിയുള്ള കർമ്മമണ്ഡലങ്ങളിൽ നിന്നും തൽക്കാലത്തേക്ക് പിന്മാറുവാനുള്ള ആത്മപ്രചോദനവും അതിലുപരി ഇന്നത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ചും അതിന്റെ വ്യാപാരത്തിൽ അതിന്റെ നേട്ടം കുറയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിന്മാറുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. എന്നാൽ മറ്റൊരാൾക്ക് വേണ്ടി പ്രയത്നിക്കുന്നതിൽ ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാനും അവർക്ക് സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാക്കി കൊടുക്കുവാനും അതിന്റെ ഒരു ലാഭശതമാന വിഹിതം ലഭിക്കത്തക്ക വിധത്തിൽ വളരെ ഉത്സാഹത്തോടുകൂടി പ്രവർത്തിക്കുവാനുമുള്ള അവസരം സ്വീകരിക്കുന്നതും അങ്ങനെയുള്ളൊരു തസ്തികയിൽ ജോലിയിൽ പ്രവേശിക്കുന്നതും ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. സങ്കീർണമായിട്ടുള്ള ഏതൊരു വിഷയങ്ങളെയും അഭിമുഖീകരിക്കുവാനുള്ള ആത്മവിശ്വാസം ആർജിക്കും. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും അനുദിനം വർദ്ധിച്ചു വരുന്ന ചെലവനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാൽ പോലും നിലവിലുള്ള രാജ്യത്തിൽ നിലനിൽക്കാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വല്പം ചെലവ് കുറഞ്ഞ രാജ്യത്തിലേക്ക് അല്ലെങ്കിൽ ജീവിത ചെലവ് കുറവുള്ള രാജ്യത്തിലേക്ക് മാറി താമസിക്കുവാൻ തീരുമാനിക്കും. വർഷങ്ങളായിട്ട് വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന ചിലർക്ക് ഇനി ജന്മനാട്ടിലേക്ക് സ്ഥിരതാമസമാക്കുക എന്ന സങ്കല്പത്തോടുകൂടി ഒരുപക്ഷെ മെയ് മാസത്തിന് ശേഷമായിരിക്കാം അതിനുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവുക. അതിനുവേണ്ടി തയ്യാറാകുവാനും നിലവിലുള്ള ജോലി സ്ഥലത്ത് തന്നെ നാട്ടിലേക്കുള്ള അപേക്ഷകൾ നൽകുവാനും സാധ്യതയുണ്ട്. അപകീർത്തി ഒഴിവാക്കുവാനായിട്ട് സാമ്പത്തികമായിട്ടുള്ള വിഭാഗത്തിൽ നിന്നും പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. ബൃഹത് പദ്ധതികൾ ഉപേക്ഷിച്ച് ഹ്രസ്വകാല പദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്യുവാൻ സാധ്യതയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനാർത്ഥം എത്തിച്ചേർന്ന പലർക്കും ഫെബ്രുവരി മാസത്തിൽ പരീക്ഷകളൊക്കെ അവസാനിച്ചു, പാഠ്യപദ്ധതികളൊക്കെ പൂർത്തീകരിച്ചു. എന്നാൽ മാർച്ച് മാസത്തിലും തൃപ്തികരമായിട്ടുള്ളൊരു ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. ഏപ്രിൽ മാസം 14 ശേഷം മാത്രമാണ് പഠിച്ച വിഷയത്തിനോടനുബന്ധമായ ഉദ്യോഗത്തിന് സാധ്യത കാണുന്നതുമുള്ളൂ. വിദ്യാർത്ഥികൾക്ക് ഈ മാസത്തിൽ രണ്ടാമത്തെ പകുതിയിൽ തൃപ്തികരമായിട്ടുള്ള രീതിയിൽ പരീക്ഷ എഴുതുവാൻ സാധിക്കും. എന്നാൽ ആദ്യത്തെ പകുതിയിൽ അച്ഛനമ്മമാരെ ഈശ്വര പ്രാർത്ഥനകളെ കൊണ്ടും കൂടുതൽ പഠിക്കാനുള്ള അവസരം വന്നു ചേർന്നത് വഴിയും പരീക്ഷകൾ തമ്മിലുള്ള അകലം, ദിവസങ്ങളുടെ അകലമുള്ളത് കൊണ്ടും തൃപ്തികരമായിട്ടുള്ള രീതിയിൽ തന്നെ പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്നതുമാണ്.
പല വിദ്യാർത്ഥികൾക്കും ദേഹപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുന്നത് വഴി ഡോക്ടർമാരുടെ സഹായത്തോടു കൂടി തന്നെ പരീക്ഷ എഴുതുവാൻ സാധിക്കുവാനുള്ള ചില വിദ്യാർത്ഥികൾക്കും സാധ്യതയുണ്ട്. അടിസ്ഥാനരഹിതമായുള്ള ആരോപണങ്ങൾ വന്നു ചേരുവാനിട വരുമെങ്കിലും സുതാര്യതയുള്ള സമീപനം, ഈശ്വര പ്രാർത്ഥനകൾ, ആ പ്രവർത്തന മണ്ഡലങ്ങളോട് ആത്മാർത്ഥമായിട്ടുള്ള ഭയഭക്തി, ബഹുമാനത്തോടു കൂടിയതായിട്ടുള്ള പ്രവർത്തന ശൈലി, ഇവയെല്ലാം തന്നെ ഈ മാർഗതടസ്സങ്ങളെ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. സാമ്പത്തികമായുള്ള ദുരുപയോഗം ചെയ്യുന്ന മക്കൾക്ക് വേണ്ട വിധത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകുവാൻ അവസരം വന്നു ചേരും. കലാകായിക മത്സരങ്ങളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കുവാനിട വരും. ബന്ധുമിത്രാദികളുടെ ആഗമനം മനസ്സമാധാനത്തിനും അവരോടൊപ്പം വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും അവസരമുണ്ടാകും. വിനോദയാത്രയ്ക്ക് ഈ മാസത്തിൽ തീരുമാനിച്ചിരുന്നു എങ്കിലും ചില ഔദ്യോഗികമായിട്ടുള്ള സാഹചര്യങ്ങളെ കൊണ്ട് പിന്മാറുവാനും അല്ലെങ്കിൽ മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ഉപദേശക സമിതിയിൽ ഉൾപ്പെട്ടതിനാൽ ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. സമാന ചിന്താഗതിയിലുള്ളവരുമായി സംസർഗത്തിലേർപ്പെടുവാനും 2026 മുതൽ 2026 ജൂൺ മുതൽ ഒരു വർഷത്തിന്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന അല്ലെങ്കിൽ വിളവെടുപ്പ് അനുകൂലമാകും വിധത്തിലുള്ള കാർഷികമായിട്ടുള്ള മേഖലകൾക്ക് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. ഒരുപക്ഷെ സ്വല്പം അധിക ചെലവ് അനുഭവപ്പെടും. ആധുനിക കൃഷി രീതികൾ അവലംബിക്കുവാനും കൃഷി വകുപ്പിന്റെ പൂർണ്ണ പിന്തുണയോടുകൂടിയും സഹകരണത്തോടുകൂടിയും ഈ ഒരു ബൃഹത് പദ്ധതികൾക്ക് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ആത്മപ്രഭാവത്താൽ ഏതൊരു വിപരീതമായുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടയുണ്ട്. ഭക്തി ശ്രദ്ധാപുരസരം ചെയ്യുന്ന കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. സംശയാസ്പദമായിട്ടുള്ള പലതരത്തിലുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നത് വഴി ഊഹ കച്ചവടത്തിൽ നിന്നും പിന്മാറുവാനുള്ളത് ഗുണകരമായി തീരും. അതുപോലെ തന്നെ രേഖാപരമല്ലാത്ത സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ നിന്നും യുക്തിപൂർവ്വം പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. മക്കളുടെ പലവിധത്തിലുള്ള ആവശ്യങ്ങൾക്കും കുറച്ച് അധികം ദിവസങ്ങളിൽ അവധിയെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. എന്നാൽ ഉടമസ്ഥരുടെ സഹായത്തോടു കൂടി തന്നെ ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് ഒരു ദീർഘവീക്ഷണം ചെയ്യുക, ഏറ്റെടുത്ത ദൗത്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്തു തീർക്കുക, അതിലുപരി ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും ഒരു മേൽനോട്ടം വഹിച്ചുകൊണ്ട് പൂർത്തീകരിക്കാൻ പദ്ധതികൾ ഏറ്റെടുക്കുക എല്ലാം തന്നെ കൃത്യമായിട്ട് രീതിയിൽ പൂർത്തീകരിക്കുവാനും മക്കളുടെയും പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളുടെയും കാര്യങ്ങളെല്ലാം വേണ്ട വിധത്തിൽ നിവർത്തിക്കാനും അവസരം ഉണ്ടാകും. മാസത്തിന്റെ ആദ്യത്തെ പകുതിയിൽ വസ്തുതർക്കം പരിഹരിക്കുവാനായിട്ട് വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കാനിടവരും. പുതിയ ഭരണപാടവം, ഭരണത്തിന്റെ ലക്ഷ്യപ്രാപ്തിയോടുകൂടിയതായിട്ടുള്ള പുതിയ ഭരണ സംവിധാനം വളരെ ലക്ഷ്യബോധത്തോടുകൂടിയതായിട്ടുള്ള പ്രവർത്തനങ്ങളാണെങ്കിൽ പോലും ഉടമസ്ഥർക്കെല്ലാം തൃപ്തികരമാണെങ്കിലും ചില ജോലിക്കാർക്ക് അസ്വാരസ്യങ്ങൾ വന്നു ചേരുകയും അവരിൽ നിന്നും ശത്രുതാ മനോഭാവം വന്നു ചേരുവാനും സാധ്യതയുണ്ട്. എന്നാൽ ലക്ഷ്യം വളരെ ഗുണകരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുവാനും അവലംബിക്കുവാനും അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. നിലവിലുള്ള ഗ്രഹത്തിൽ ചിലർക്ക് സാമ്പത്തികമായുള്ള നേട്ടം കുറവ്, മറ്റു ചിലർക്ക് അസ്വാസ്ഥ്യങ്ങള്, വേറെ ചിലർക്ക് അസുഖങ്ങള്, ഇങ്ങനെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിലവിലുള്ള ഗ്രഹത്തിൽ ഉണ്ടാകുന്നതിന്റെ വെളിച്ചത്തിൽ വാസ്തുശാസ്ത്രജ്ഞന്റെ നിർദ്ദേശപ്രകാരം മാറ്റങ്ങൾ, പരിവർത്തനങ്ങൾ നടത്തുവാൻ തയ്യാറാകുന്നത് ഗുണകരമായി തീരും എന്ന നിർദ്ദേശം മാതാപിതാക്കളിൽ നിന്നും ഗുരുകാരണവന്മാരിൽ നിന്നും വന്നു ചേരുവാനും അതിന് തുടക്കം കുറിക്കുവാനും സാധ്യതയുണ്ട്. ഇതാണ് ഉത്തര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ മാർച്ച് മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ.